നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലും മുൻ മന്ത്രി റിയാസിന്റെ വീട്ടിലും ഇ ഡി റെയ്ഡ്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. റിയാസിന്റെ കോഴിക്കോട് വീട്ടിലാണ് ഇ ഡി പരിശോധന. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി റെയ്ഡ് എന്നാണ് റിപ്പോർട്ട്. പിണറായി വിജയൻ വീട്ടിലുള്ളപ്പോഴാണ് റെയ്ഡ് നടക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരുന്നു. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. ഇഡി അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. കണ്ണൂരും തിരുവനന്തപുരവും അടക്കം കേരളത്തിൽ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പന്തീരാങ്കാവ് പാറക്കുളം മനാൽ ഹൌസിൽ കാർത്തിക്കാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വെടിയേറ്റാണ് കാർത്തിക് മരിച്ചതെന്നാണ് സൂചന. മൃതദേഹത്തിന്റെ നെറ്റിയിൽ വെടിയുണ്ട തറച്ച അടയാളമുണ്ട്. മുറിക്കുള്ളിൽ നിന്ന് തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു തിരയുടെ കവർ ലഭിച്ചു. കാർത്തിക് തൊണ്ടയാട് റൈഫിൾ ക്ലബ്ബ് അംഗമാണ്. കൂടുതൽ അന്വേഷണത്തിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാവൂ എന്നാണ് പോലീസ് പറയുന്നത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ധരിപ്പിച്ചു മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ചർച്ച നടത്തി. മുഖ്യമന്ത്രിയായ ശേഷം നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. മുൻ വർഷത്തേക്കാൾ 0.16% വർധനവ്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനാണ് ഫലം പ്രഖ്യാപിച്ചത്. പരീക്ഷ എഴുതിയ 3,72,423 വിദ്യാർത്ഥികളിൽ 2,90,398 പേർ വിജയിച്ചു. 60 പേർ ഫുൾ മാർക്ക് നേടി. ഇതിൽ 50 പെൺകുട്ടികളാണ്. 30,561 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+. അതിനിടെ ഈ വർഷത്തെ +2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതിനിടെ മന്ത്രി N ഷംസുദ്ദീന് സംഭവിച്ച നാക്കുപിഴയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചിരി പടർത്തുന്നത്. വിജയ ശതമാനവും വിജയിച്ചവരുടെ എണ്ണവും പറയുന്നതിനിടയിലാണ് മന്ത്രിക്ക് അക്കങ്ങൾ മാറിയത്. 2,90,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയെന്ന് വായിക്കേണ്ട സ്ഥാനത്ത് മന്ത്രി വായിച്ചത് 2,09,398 പേർ എന്നാണ്. ഗുണ്ടല്ലൂർ അയ്യൻകൊല്ലിക്കടുത്ത് പാക്കണയിൽ 14 വയസ്സുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാക്കണ പുത്തൂർ വയലിലെ ഷാജഹാന്റെയും റസാനത്തിന്റെയും മകൻ നിസാബിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ചൊവ്വാഴ്ച വൈകിട്ട് 7:30 സംഭവം. പാക്കണ ടൗണിൽ മുടിവെട്ടാൻ പോയി 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലേക്ക് തിരികെ വരുന്നതിനിടെ തേയിലത്തോട്ടത്തിന് സമീപം വെച്ചാണ് കുട്ടിയെ കാട്ടാന ആക്രമിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംഘർഷത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിൽ DYSPയെ പരിഹസിച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. ലാത്തിചാർജിന് നേതൃത്വം കൊടുത്ത DYSP ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ മീൻവെട്ടി കൊടുക്കുന്ന ആളാണെന്നായിരുന്നു ശിവപ്രസാദിന്റെ പരിഹാസം. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് നേരെ ചുമത്തിയ മുഴുവൻ കേസുകളും സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP MLAമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. മുഖ്യമന്ത്രിയായ ശേഷം 2 മന്ത്രിസഭാ യോഗങ്ങൾ കഴിഞ്ഞെങ്കിലും CBI അന്വേഷണം സംബന്ധിച്ച പ്രഖ്യാപനം അനന്തമായി നീളുകയാണെന്ന് V മുരളീധരൻ MLA കുറ്റപ്പെടുത്തി. ആചാര സംരക്ഷണ സമരത്തിന്റെ ഭാഗമായവർക്കെതിരായ കേസുകൾ ഉടൻ പിൻവലിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായി V മുരളീധരൻ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വർഷങ്ങളോളം പീഡിപ്പിച്ച ജ്യോത്സ്യൻ അറസ്റ്റിൽ. കൊല്ലം കടക്കലിൽ ചിങ്ങേലി സ്വദേശി ശരത് ബാബുവാണ് കിളിമാനൂർ പോലീസിന്റെ പിടിയിലായത്. 13ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇയാൾ വർഷങ്ങളായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. മുമ്പ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന കാലത്ത് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കുട്ടികളുടെ മാതാവ് ശരത് ബാബുവിനെ സമീപിച്ചത്. ഇയാൾ നടത്തിയ പൂജകൾക്ക് പിന്നാലെ സ്ഥലം വിറ്റുപോയതോടെ കുടുംബത്തിന് ഇയാളിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചു. പ്രതി കുടുംബവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ചില ഗുരുതരമായ ദോഷങ്ങളുണ്ടെന്നും ഇത് പരിഹരിക്കാൻ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നും പ്രതി പെൺകുട്ടികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് 2024 മുതൽ 2026 വരെയുള്ള കാലയളവിൽ പ്രതി കുട്ടികളെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. വാടക വീട്ടിലും മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ലോഡ്ജിലും എത്തിച്ചായിരുന്നു പീഡനം.
നെല്ലിന്റെ സംഭരണ വില യഥാസമയം ലഭ്യമാക്കാത്തതും കാലാവസ്ഥാ വ്യതിയാനവും വിളനഷ്ടവും കാരണം ഒരു വർഷത്തിനിടെ നെൽകൃഷി ഉപേക്ഷിച്ചത് 56,052 കർഷകർ. സപ്ലൈകോ വെബ്സൈറ്റിലെ പാഡി പേയ്മെന്റ് സ്റ്റാറ്റസിലാണ് ഇക്കാര്യമുള്ളത്. നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പാലക്കാട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും അധികം കർഷകർ പിന്മാറിയത്. കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗവും ഓരുവെള്ള പ്രവാഹവും പുഞ്ച നെൽകൃഷിക്ക് വൻ നഷ്ടമുണ്ടാക്കി. ഈ സീസണിലെ കണക്ക് പ്രകാരം ആലപ്പുഴ ജില്ലയിൽ മാത്രം 243 ഹെക്ടറിലുണ്ടായ നെൽകൃഷി നാശത്തിൽ 271 കർഷകർക്ക് 3.64 കോടിയുടെ നഷ്ടമുണ്ടായി. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുന്നതിന് മുമ്പേ പകർച്ചപ്പനി രൂക്ഷമായി. ഈ മാസം മാത്രം രോഗബാധിതർ 1.48 ലക്ഷം കടന്നു. 26 ദിവസത്തിനിടെ 1,48,089 പേരാണ് വിവിധ പനികൾ ബാധിച്ച് ചികിത്സ തേടിയത്. എലിപ്പനി, മലേറിയ, ഡെങ്കിപ്പനി എന്നിവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവും വ്യാപകമാണ്. 10 പേരാണ് ഈ മാസം പനി ബാധിച്ചു മരിച്ചത്. 8 പേർ എലിപ്പനി ബാധിച്ചും 2 പേർ ഡെങ്കി ബാധിച്ചുമാണ് മരിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടരുന്ന എബോളയെ സംസ്ഥാനം കരുതിയിരിക്കുന്നതിനാൽ എല്ലാ പനി ബാധിതരുടെയും വിദേശയാത്ര ചരിത്രം ഉൾപ്പെടെ പരിശോധിക്കുന്നുമുണ്ട്. കിടപ്പ് രോഗിയായ വീട്ടമ്മയുടെ ആഭരണം കവർന്ന കേസിൽ വീട്ടുജോലിക്കാരിയും കൂട്ടുകാരിയും പിടിയിൽ. വീടിനു പുറകിൽ കുഴിച്ചിട്ടിരുന്ന ആഭരണങ്ങളും കണ്ടെടുത്തു. തമിഴ്നാട് മധുര സിന്ധുപ്പാട്ടിയിൽ സെംപാട്ടി സ്വദേശി സുധാ ശങ്കർ, ഡിണ്ടിഗൽ മലയഗൌഡൻപാട്ടി, പൊട്ടിക്കുളം ലക്ഷ്മി എന്നിവരെയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി അബ്ദുൾ മുനീറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ മാറാടി മഞ്ചരിപ്പടി പൂമറ്റത്തിൽ മറിയാമ്മയുടെ ദേഹത്തണിഞ്ഞിരുന്ന 10 പവന്റെ ആഭരണമാണ് കവർന്നത്. യുവാവിനെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് 3 ദിവസം അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വെമ്പായൻ പുത്തൻവിള സ്വദേശി ശരത്താണ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. പ്രതികളായ മലയങ്കീഴ് അരുവിപ്പാറ തെക്കേവിള വീട്ടിൽ സുജിത്ത്, മലയങ്കീഴ് വിറകുവെട്ടിക്കോണം ആതിര നിലയത്തിൽ അഭിലാഷിനൊപ്പം താമസിക്കുന്ന കായംകുളം വള്ളിക്കുളം കടുവിനാൽ സുഭാഷ് ഭവനിൽ സരിത എന്നിവരെ മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പ്രതികൾ താമസിക്കുന്ന മലയങ്കീഴിലെ ഫ്ളാറ്റിലേക്ക് ശരത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവിടെ വെച്ച് മൂവരും ചേർന്ന് ശരത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മണ്ണന്തലയിലുള്ള മറ്റൊരു ഫ്ളാറ്റിൽ കൊണ്ടുവന്നു. തുടർന്ന് 2 ദിവസം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ശരത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധരഹിതനായ ശരത്ത് മരിച്ചെന്ന് കരുതിയ പ്രതികൾ ഇയാളെ ഉപേക്ഷിച്ച് ഫ്ളാറ്റ് വിട്ടു പുറത്തേക്ക് പോവുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെ ബോധം വന്ന ശരത് പുറത്തിറങ്ങി നാട്ടുകാരെ വിവരം അറിയിച്ചു. തുടർന്ന് നാട്ടുകാർ മണ്ണന്തല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിഴിഞ്ഞം മാരിടൈം ബോർഡ് തുറമുഖത്തിന് 64 വയസ്സ് തികയുമ്പോഴും നിർമ്മാണം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഇനിയും ഏറെക്കാലം കാത്തിരിക്കണം. വമ്പൻ പദ്ധതികൾ ലക്ഷ്യം വെച്ച് തുടക്കം കുറിച്ച തുറമുഖ വികസനം മുരടിച്ച് മത്സ്യബന്ധന തുറമുഖവുമായി ഒതുങ്ങി. വിശാല തുറമുഖമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഒടുവിൽ വെട്ടിച്ചുരുക്കി വെറും മത്സ്യബന്ധന തുറമുഖമായി മാറ്റിയത്. വിപുലമായ മത്സ്യബന്ധന സൗകര്യങ്ങൾ, മത്സ്യ സംസ്കരണം തുടങ്ങി ഈ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട പദ്ധതി ലീവേർഡ്, സീവേർഡ് എന്നീ 2 പുലിമുട്ട് നിർമ്മിതികളിൽ മാത്രമായി ചുരുങ്ങി. വിഴിഞ്ഞത്തിനു ശേഷം പണിത ബേപ്പൂർ, തങ്കശ്ശേരി, പുതിയാപ്പ, മുനമ്പം തുടങ്ങിയ തുറമുഖങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് സർക്കാരിന് വൻ വരുമാനം നേടിക്കൊടുക്കുമ്പോഴാണ് വിഴിഞ്ഞത്ത് നിർമ്മാണം പാതിവഴിയിൽ നിൽക്കുന്ന സ്ഥിതിയിലായത്. SIR സുപ്രീം കോടതി വിധി ഇന്ന്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും വിധി പറയുക. കഴിഞ്ഞ ജനുവരി 29 സുപ്രീം കോടതി വാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റിയത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ SIR ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജികൾ. കർണാടക രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വെള്ളിയാഴ്ചയോടെ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടുത്ത മുഖ്യമന്ത്രിയെ ചുമതലയേൽക്കുമെന്നും സൂചന. സിദ്ധരാമയ്യയോട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇതിനു പകരമായി അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ സിദ്ധരാമയ്യയുടെ മകനെ കർണാടകയിലെ പുതിയ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിയറ്റ്നാമുമായുള്ള ബ്രഹ്മോസ് മിസൈൽ കരാറിന് പിന്നാലെ പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് വീണ്ടും വൻ നേട്ടം. അയൽരാജ്യമായ അസർബൈജാനുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന അർമേനിയ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നു. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ DRDO വികസിപ്പിച്ചെടുത്ത പുതുതലമുറ ആകാശ് NG വ്യോമ പ്രതിരോധ സംവിധാനവും പ്രളയ് ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇക്കുറി അർമേനിയ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുമായുള്ള പുതിയ പ്രതിരോധ പദ്ധതി പ്രകാരം കാർമിസൈഡ് ഡ്രോണുകൾക്കൊപ്പം ഇന്ത്യയുടെ സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ സംവിധാനവും വാങ്ങുന്നതിനെക്കുറിച്ച് സൈപ്രസ് ഗൗരവമായി പരിഗണിക്കുകയാണ്. കരാർ അന്തിമമായാൽ തുർക്കി പ്രസിഡന്റ് എർദോഗാന് ഈ നീക്കം വലിയ തിരിച്ചടിയാകും. അടുത്തിടെ തുർക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് യിൽദിരിം ഖാൻ.
6000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ മണിക്കൂറിൽ മാക് 25 വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. ഇതിന് ഇന്ത്യയുടെ കുറേ ഭാഗങ്ങളെ തകർക്കാൻ ശേഷിയുണ്ടെന്നാണ് തുർക്കി പറയുന്നത്. ഈ മിസൈൽ ഇന്ത്യ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സൈപ്രസിന് ബ്രഹ്മോസ് നൽകിയാൽ പിന്നെ തുർക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കുമെന്നും ഇന്ത്യ കരുതുന്നു. ചൈനയും പാകിസ്ഥാനും ജമ്മു കാശ്മീരിനെ കുറിച്ച് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയെ എതിർത്ത് ഇന്ത്യ. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗങ്ങളായിരുന്നുവെന്നും അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നുപോകുന്ന ചൈനയുടെ ഇടനാഴി പദ്ധതികളോടുള്ള എതിർപ്പ് ഇന്ത്യ ആവർത്തിച്ചു. അത്തരം പദ്ധതികൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ലംഘിക്കുന്നുവെന്നും പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ചൈന സന്ദർശന വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ബീജിംഗും ഇസ്ലാമാബാദും കാശ്മീർ പ്രശ്നം എടുത്തിടുകയും അതിർത്തി കടന്നുള്ള ജലവിഭവ സഹകരണം മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും എക്സ്ക്ലൂസീവുമായ ക്ലബ്ബുകളിൽ ഒന്നായ ഡൽഹി ജിംഖാന ജൂൺ 5-നകം ഒഴിയാൻ കേന്ദ്രം അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ക്ലബിന്റെ ഒരു പ്രധാന ആകർഷണമാണ്. അതിൻ പ്രകാരം ഒന്നിലധികം രാജ്യത്തുടനീളമുള്ള ക്ലബ്ബുകളുമായുള്ള പരസ്പര അംഗത്വ പരിപാടിയാണ്. ഈ ക്രമീകരണം പ്രകാരം അഫിലിയേറ്റഡ് ക്ലബ്ബുകളിലെ അംഗങ്ങൾക്ക് പങ്കാളി സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. ഡൽഹി ജിംഖാന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അഫിലിയേറ്റഡ് ക്ലബ്ബുകളിൽ പാകിസ്ഥാനിലെ ലാഹോർ ജിംഖാനയും ഉൾപ്പെടുന്നു. പരസ്പര ക്രമീകരണം അർത്ഥമാക്കുന്നത് ക്ലബ് കരാർ പ്രകാരം ലാഹോർ ജിംഖാനയിലെ അംഗങ്ങൾക്ക് ഡൽഹി ജിംഖാനയിലെ സൗകര്യങ്ങൾ ആക്സസ് ചെയ്യാൻ അർഹതയുണ്ടെന്നാണ്. 2025 ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിഷയം ആദ്യം ശ്രദ്ധ നേടിയത്. അതിനുശേഷം ദേശീയ സുരക്ഷയും പാകിസ്ഥാനിൽ നിന്നുള്ള നയതന്ത്ര അകലം പാലിക്കലും സംബന്ധിച്ച നിരവധി നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ പാകിസ്ഥാനുമായുള്ള ഇടപെടൽ ഒഴിവാക്കുക എന്നത് ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇപ്പോഴും ലാഹോർ ജിംഖാന വെബ്സൈറ്റിലും ഡൽഹി ജിംഖാന ക്ലബ്ബിന് ഇവരുമായി ബന്ധമുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ. ബംഗാളിലെ BJP സർക്കാർ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കായി തടങ്കൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചതോടെ അതിർത്തി പ്രദേശങ്ങളിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് തിരികെ കടക്കാൻ ശ്രമിക്കുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ തിരക്ക് വർദ്ധിച്ചു. നോർത്ത് 24 പർഗാനാസിലെ ഹക്കിംപൂർ ചെക്ക് പോസ്റ്റിലും ബംഗ്ലാദേശികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ കൂട്ടമായി എത്തിത്തുടങ്ങി. അതിർത്തി പ്രദേശത്ത് ആളുകൾ തമ്പടിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ഒരു പൾപ്പ് ആൻഡ് പേപ്പർ മില്ലിൽ ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കെമിക്കൽ ടാങ്ക് പൊട്ടിത്തെറിയിൽ കുറഞ്ഞത് 10 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയോ വിവരമില്ലാതാവുകയോ ചെയ്തു. ലോങ് വ്യൂവിലെ നിപ്പോൺ ഡൈനവേവ് പാക്കേജിംഗ് കമ്പനിയിൽ രാവിലെ 7:15 സംഭവം നടന്നതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പിന്നീട് 4 മണിക്കൂറിലധികം കഴിഞ്ഞ് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ കമ്പനിയും പ്രാദേശിക ഫസ്റ്റ് റെസ്പോൺസ് ഏജൻസികളും മരണങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും കൃത്യമായ എണ്ണം പുറത്തുവിട്ടിട്ടില്ല. നേപ്പാൾ പാർലമെന്റിൽ വീണ്ടും പ്രതിപക്ഷവും ഭരണകക്ഷി നിയമസഭാംഗങ്ങളും തമ്മിൽ വാക്പോര് പൊട്ടിപ്പുറപ്പെട്ടു. പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പ്രധാന തർക്ക വിഷയം. ചൊവ്വാഴ്ച ഭരണകക്ഷിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ RSP നിയമസഭാ അംഗമായ ജഗദീഷ് ഖരേൽ പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ തടസ്സപ്പെടുത്തലുകൾ വെറും നാടകം മാത്രമാണെന്ന് തള്ളിക്കളഞ്ഞതോടെ സംഘർഷം നാടകീയമായി വർദ്ധിച്ചു. തീവ്ര ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ലക്ഷ്യമിട്ട് ഏകോപിപ്പിച്ച തെറ്റായ പ്രചരണങ്ങളിലൂടെ ഒരു ഇസ്രായേലി കമ്പനി സമീപകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെട്ടിട്ടുണ്ടാകാമെന്ന ആരോപണത്തിൽ ഫ്രാൻസിലെ പ്രോസിക്യൂട്ടർമാർ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.